ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ പറയാനായിട്ട് പറ്റും. ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ് കേട്ടോ. സിമ്പിൾ സെന്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. അവസാനം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. മാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി, ഞാൻ ആശുപത്രിയിലേക്ക് പോയി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. I went to the hospital. I went to the hospital. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അവൾ വിളിച്ചു എന്ന് പറയാറുണ്ടല്ലോ. അവൾ വിളിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഷി കോൾഡ് ആണ്. അവൾ ഇന്നലെ എന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ ഷി കോൾഡ് മീ യെസ്റ്റർഡേ. ഷി കോൾഡ് മീ യെസ്റ്റർഡേ. അവൾ ഇന്നലെ എന്നെ വിളിച്ചു. ഇനി ഞങ്ങൾ കളിച്ചു, വി പ്ലേഡ് എന്നാണ്. ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിച്ചു. ഇങ്ങനെ പറയാം, ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിച്ചു. We played cricket in the evening. We played cricket in the evening. ഞങ്ങൾ വൈകുന്നേരം ക്രിക്കറ്റ് കളിച്ചു. ഓക്കെ, ഇനി അവൻ പൂർത്തിയാക്കി അല്ലെങ്കിൽ അവൻ തീർത്തു എന്നൊക്കെ പറയാറുണ്ടല്ലോ. He finished ആണ് കേട്ടോ. He finished. ഫോർ എക്സാമ്പിൾ, അവൻ അവന്റെ ജോലി നേരത്തെ തീർത്തു. അവൻ അവന്റെ ജോലി നേരത്തെ തീർത്തു. He finished his work early. He finished his work early. അവൻ അവന്റെ ജോലി നേരത്തെ തീർത്തു. ഓക്കെ, ഇനി അവർ കണ്ടു അല്ലേ. ഇപ്പം ഞാൻ പറയാറുണ്ട്, കണ്ടു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് രൂപത്തിൽ പറയാറുണ്ട് അല്ലെ. സോ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വാച്ച് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ ഇന്നലെ രാത്രി ഒരു സിനിമ കണ്ടു എന്ന് പറയുകയാണെങ്കിൽ സിനിമ ആയതുകൊണ്ട് തന്നെ ദേ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. ദേ വാച്ച്ഡ് എ മൂവി ലാസ്റ്റ് നൈറ്റ്. അവർ ഇന്നലെ രാത്രി ഒരു സിനിമ കണ്ടു. ഓക്കെ, നെക്സ്റ്റ് അവൾ വാങ്ങി അല്ലേ. വാങ്ങുക ബൈ ആണ്. ബൈയുടെ പാസ്റ്റ് എന്ന് പറയുന്നത് ബോട്ട് ആണ്. സോ ഷി ബോട്ട്. അവൾ വാങ്ങി. ഫോർ എക്സാമ്പിൾ, അവൾ ഒരു പുതിയ ബാഗ് വാങ്ങി. ഷി ബോട്ട് എ ന്യൂ ബാഗ്. ഷി ബോട്ട് എ ന്യൂ ബാഗ്. ബോട്ടിന്റെ പ്രൊണൗൺസിയേഷൻ ഒക്കെ ഇങ്ങനെയല്ല അങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ബോട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ പറയാൻ കഴിയൂ. ഷി ബോട്ട് എ ന്യൂ ബാഗ്. അവൾ ഒരു പുതിയ ബാഗ് വാങ്ങി. ഓക്കെ, ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഞാൻ കണ്ടു ഇവിടെയും രണ്ട് രീതിയിൽ പറയാനായിട്ട് പറ്റും. മെറ്റും സോയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പോൾ ഒരു കളി അതുപോലെയുള്ള സിനിമ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് വാച്ച് എന്ന് യൂസ് ചെയ്യാം. ഇനി കണ്ട് സംസാരിച്ചൊരു സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് മെറ്റ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ചുമ്മാ നമ്മൾ കണ്ടു പോവുകയാണെങ്കിൽ നമുക്ക് സോ, സി എന്നൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഈ കാണുക എന്നുള്ളതിന്റെ ഡിഫറൻസ് കേട്ടോ. ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഇവിടെ ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഇവിടെ നമ്മൾ ഏത് രീതിയിൽ കണ്ടതാണെന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മെറ്റോ സോയോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഐ മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഐ മെറ്റ് മൈ ഫ്രണ്ട് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ എൻ്റെ സുഹൃത്തിനെ കണ്ടു. ഓക്കെ, ഇനി അവൻ പഠിച്ചു. അവൻ പഠിച്ചു. ഹി സ്റ്റഡീഡ്. ഫോർ എക്സാമ്പിൾ, അവൻ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ചു. എങ്ങനെ പറയാം? അവൻ പരീക്ഷയ്ക്ക് വേണ്ടി നന്നായി പഠിച്ചു. ഹി സ്റ്റഡീഡ് വെൽ ഫോർ ദ എക്സാം. ഹി സ്റ്റഡീഡ് വെൽ ഫോർ ദ എക്സാം. അവൻ പരീക്ഷയ്ക്ക് നന്നായി പഠിച്ചു. ഓക്കെ, നെക്സ്റ്റ് ഞങ്ങൾ എത്തി. ഞങ്ങൾ എത്തി. എത്തുക റീച്ച് എന്ന് പറയാം. റീച്ചിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് റീച്ച്ഡ് ആണ്. അപ്പൊ ഞങ്ങൾ എത്തി, വി റീച്ച്ഡ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ വീട്ടിൽ വൈകി എത്തി പറയാറുണ്ടല്ലോ. ഞങ്ങൾ വീട്ടിൽ വൈകി എത്തി. വി റീച്ച്ഡ് ഹോം ലേറ്റ്. വി റീച്ച്ഡ് ഹോം ലേറ്റ്. ഞങ്ങൾ വീട്ടിൽ വൈകി എത്തി. ഓക്കെ, ഇനി ഞാൻ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉണർന്നു എന്ന് പറയാറുണ്ടല്ലോ. ഐ വോക്ക് അപ്പ്. ഐ വോക്ക് അപ്പ്. ഞാൻ ഉണർന്നു. ഫോർ എക്സാമ്പിൾ, ഞാൻ രാവിലെ നേരത്തെ ഉണർന്നു, അല്ലെങ്കിൽ ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഈ ഉണർന്നു എഴുന്നേറ്റു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് വോക്കപ്പ് യൂസ് ചെയ്യട്ടോ. പക്ഷെ ഏത് എഴുന്നേൽക്കുകയാണ്? നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ്, നമ്മൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പൊന്തുന്നതിന് നമ്മൾ ഗെറ്റപ്പ് യൂസ് ചെയ്ത് പറയണം. അതെല്ലാം നമ്മളിപ്പോ ഒന്ന് ചുമ്മാ ഉണർന്ന് കിടക്കുകയാണ്. അപ്പൊ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു എന്ന് പറയുമ്പോൾ വോക്കപ്പ് നമുക്ക് യൂസ് ചെയ്യാം, വേക്കപ്പ് യൂസ് ചെയ്യാം. അതിന്റെ പാസ്റ്റ് ആണ് വോക്കപ്പ് എന്ന് പറയുന്നത്. സോ ഞാൻ രാവിലെ നേരത്തെ ഉണർന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വോക്കപ്പ് ഏർലി. ഐ വോക്കപ്പ് ഏർലി. ഞാൻ രാവിലെ നേരത്തെ ഉണർന്നു. ഓക്കെ, ഇനി അവൾ പാകം ചെയ്തു. അവൾ ഭക്ഷണം പാകം ചെയ്തു എന്ന് പറയാറുണ്ടല്ലോ. അവൾ പാചകം ചെയ്തു അല്ലെങ്കിൽ അവൾ പാകം ചെയ്തു. ഷീ കുക്ക്ഡ് അല്ലേ. അപ്പം അവൾ ഭക്ഷണം പാകം ചെയ്തു. ഷീ കുക്ക്ഡ് ഫുഡ്. ഷീ കുക്ക്ഡ് ഫുഡ്. ഓക്കെ, അവൻ സ്കൂളിൽ പോയി. നേരത്തെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി എന്ന് പറഞ്ഞു. ഹി വെന്റ്. അവൻ പോയി ടു സ്കൂൾ. ഹി വെന്റ് ടു സ്കൂൾ. അവൻ സ്കൂളിൽ പോയി. സിമ്പിൾ ആണല്ലോ. ഞങ്ങൾ കാത്തു നിന്നു അല്ലേ. ഞങ്ങൾ കാത്തു നിന്നു എന്ന് പറയാറുണ്ടല്ലോ. ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി ആണ്. വി വെയിറ്റഡ്. ഫോർ എക്സാമ്പിൾ, ഞങ്ങൾ ബസ് കാത്തു നിന്നു. ഞങ്ങൾ ബസ് കാത്തു നിന്നു. വി വെയിറ്റഡ് ഫോർ ദ ബസ്.
We waited for the bus. ഞങ്ങൾ ബസ് കാത്തു നിന്നു. ഓക്കെ, ഇനി ഞാൻ മറന്നു. I forgot. ഞാൻ എൻ്റെ ബാഗ് മറന്നു. ഞാൻ എൻ്റെ ഫോണ് മറന്നു. ഞാൻ എൻ്റെ പേന മറന്നു. പലതും പറയാറുണ്ട് അല്ലെ. I forgot my bag. I forgot my phone. I forgot my pen. എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. ഓക്കെ, അവൾ സഹായിച്ചു. ഷീ ഹെൽപ്ഡ്. അവൾ അമ്മയെ സഹായിച്ചു, അവൾ എന്നെ സഹായിച്ചു, അവൾ അവനെ സഹായിച്ചു, പലതും പറയാം. ഷീ ഹെൽപ്ഡ് ഹെർ മദർ. അവൾ അവളുടെ അമ്മയെ സഹായിച്ചു. എങ്ങനെ പറയാ? ഷീ ഹെൽപ്ഡ് ഹെർ മദർ. ഓക്കെ, അവൻ ഒരു പുതിയ ഫോൺ വാങ്ങി. എങ്ങനെ പറയാ? ഹെ ബോട്ട് എ ന്യൂ ഫോൺ. അവൻ ഒരു പുതിയ ഫോൺ വാങ്ങി. ഓക്കെ, ഇനി ഞാൻ ഉറങ്ങി. എന്താണ് സ്ലീപ്പിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത്? സ്ലീപ്പിന്റെ പാസ്റ്റ് സ്ലെപ്റ്റ് ആണ് അല്ലെ. സ്ലെപ്റ്റ് ആണ്. അപ്പോ വെർബുകളുടെ എല്ലാ ഫോംസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഏത് തരത്തിലുള്ള സെന്റൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഫുള്ളും പാസ്റ്റ് ആണ്, അതായത് സിമ്പിൾ പാസ്റ്റ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതായത് കഴിഞ്ഞു പോയ കാര്യമാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞ് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെർബിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടാകും. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ വെർബിന്റെ മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് വെർബിൽ ചില മാറ്റങ്ങൾ വരും. അതുപോലെ തന്നെ ചെയ്ത് ഓൺ ദ സ്പോട്ടിൽ പറയുകയാണെങ്കിൽ വേറൊരു രീതിയിൽ പറയും. ഇങ്ങനെ പല രീതിയിലുമാണ് നമ്മൾ സെന്റൻസുകൾ പറയാറ്. മലയാളത്തിൽ പറയുന്നത് പോലെ അല്ല. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്, അറിയാത്ത ഒരാൾക്ക് ബുദ്ധിമുട്ടുമാണ്. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിന്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വെർബുകൾ വളരെ സിമ്പിൾ ആയിട്ട് എല്ലാ ഫോംസും പഠിക്കണമെങ്കിൽ നമ്മുടെ ഈസി ഇംഗ്ലീഷ് ഗ്രാമർ എന്നുള്ള പുതിയ ചാനലിൽ വെർബുകൾ മാത്രമായിട്ട് എല്ലാ ഫോംസും പഠിപ്പിക്കുന്നുണ്ട്, വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. 1 മിനിറ്റ് 2 മിനിറ്റിന്റെ വീഡിയോസുകളും 5 ഫോംസുകളും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാം. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ചാനൽ കാണാൻ ഞാൻ വേണമെങ്കിൽ ഇതിന്റെ താഴെ കമന്റിൽ ഒരു വീഡിയോന്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാട്ടോ. അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ കിട്ടും. ഓക്കെ, ഞാൻ ഇന്നലെ രാത്രി വൈകി ഉറങ്ങി. എങ്ങനെ പറയും? ഞാൻ ഇന്നലെ രാത്രി വൈകി ഉറങ്ങി എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആണ്. സ്ലീപ്പിന്റെ V2 എന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വൈകി ഉറങ്ങി എന്നാണ്. ഇന്നലെ രാത്രി വൈകി ഉറങ്ങി വളരെ സിമ്പിൾ ആയിട്ട് പറയാനായിട്ട് പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.